ഈ വാഹനങ്ങളുടെ വീല് മടങ്ങിയിരിക്കുകയല്ല, ഇതൊരു മോഡിഫിക്കേഷൻ ആണ്. ഇതിനാണ് ക്യാമ്പർ വീൽസ് എന്ന് പറയുന്നത്. നോർമൽ ഒരു വാഹനത്തിൽ ടയറും റോഡും തമ്മിലുള്ള ആംഗിൾ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാമ്പർ ചെയ്യുന്ന വാഹനങ്ങളിൽ ടയർ റോഡിൽ നിന്നൊരു ആംഗിളിൽ ചരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ക്യാമ്പർ ആണ് പൊതുവെ കണ്ടുവരുന്നത്. പോസിറ്റീവ് ക്യാമ്പർ, വാഹനത്തിന്റെ വീലിന്റെ ടോപ്പ് സൈഡ് പുറത്തേക്കും ബോട്ടം സൈഡ് അകത്തേക്കും എന്ന രീതിയിലാണ് ഈ ഒരു ക്യാമ്പർ സെറ്റ് ചെയ്യുന്നത്. ഇത് പൊതുവെ നാട്ടിൽ കാണുന്ന ആപ്പ അല്ലെ പിയാജർ ആട്ടോയിലൊക്കെയാണ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇതിനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ലോഡ് ഇല്ലാത്ത സമയത്ത് ടയറിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ തറയെ തൊട്ട് ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ട്. പക്ഷെ ലോഡ് വരുന്ന സമയത്ത് ഈ ഒരു ആംഗിൾ ചേഞ്ച് ആയിട്ട് വീല് മൊത്തമായിട്ട് തറയെ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. നെഗറ്റീവ് ക്യാമ്പർ, വാഹനത്തിന്റെ വീലിന്റെ ടോപ്പ് അകത്തേക്കും ബോട്ടം പുറത്തേക്കും എന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് പൊതുവെ റേസിംഗ് അല്ലെങ്കിൽ സ്പോർട്സ് കാറിനൊക്കെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ല എങ്കിൽ കാറിനെ ലോവർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് വഴി വാഹനത്തിന്റെ ഗ്രിപ്പ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വളവൊക്കെ തിരിക്കാൻ നല്ല സ്റ്റെബിലിറ്റി നൽകുന്നുണ്ട്. ക്യാമ്പർ ഏത് ടൈപ്പും ആയിക്കോട്ടെ, നിങ്ങളുടെ വാഹനത്തിന് ടയറിനുണ്ടാകുന്ന വിയർ എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനത്തിന് ടയറിന്റെ ലൈഫ് നല്ല രീതിയിൽ കുറയാനുള്ള ചാൻസുകളുണ്ട്.